ചൂണ്ടിക്കാണിച്ചത്. ഡോക്ടർ എൻ എം അരുൺ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇപ്പോൾ ഈ ചർച്ചയിൽ തുടക്കം മുതൽ തന്നെ ഡോക്ടർ ശ്രീകുമാർ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പാവപ്പെട്ട രോഗികളോട് കാണിച്ചിരിക്കുന്ന അനീതിയിൽ ഇപ്പോൾ ഹർഷീനയുടെ കേസിലടക്കം അദ്ദേഹം പറയുന്ന കാര്യത്തിൽ ഇപ്പോഴും തെളിവില്ല എന്നാണ്. തെളിവൊക്കെ പുറത്തു വരികയും പോലീസ് റിപ്പോർട്ട് നൽകുകയും ചെയ്തതാണ്. എന്നിട്ടും എന്താണ് സംഭവിച്ചതെന്ന് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ കുറ്റം സംഭവിക്കുമ്പോൾ, കുറ്റം തെളിയുമ്പോൾ പോലും സമ്മതിക്കാത്ത ഡോക്ടർ സമൂഹം ഉണ്ട് നമ്മുടെ മുന്നിൽ. അതിന് പ്രധാന കാരണം ക്രിമിനലൈസേഷൻ ഓഫ് മെഡിക്കൽ എറർ ആണ് നമ്മളിവിടെ നടക്കുന്നത്. അത് ക്രിമിനലൈസേഷൻ ഓഫ് മെഡിക്കൽ എറർ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എറർ ആണെന്നുള്ളതാണ്. അതായത് കരുതിക്കൂട്ടി ആരും ചെയ്യുന്നതല്ല. ഒരു ഡോക്ടറും അങ്ങനെ ചെയ്യില്ല. എറർ ഉണ്ടാവും. എറർ എന്തായാലും ഹർഷീനയുടെ കാര്യത്തിൽ എന്തായാലും എറർ ഉണ്ട്, നമുക്കറിയാമല്ലോ. എല്ലാത്തിലും എറർ എന്തായാലും ഉണ്ട്. ആര് ചെയ്തു എങ്ങനെയാണെങ്കിലും നമുക്ക് അന്വേഷിക്കാം. പക്ഷേ അത് ക്രിമിനലൈസേഷൻ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഉടനെ തന്നെ പോലീസ് കേസായി ക്രിമിനൽ കുറ്റമായിട്ട് മാറുന്നതോടുകൂടി ഇതിൻ്റെ സുതാര്യത പലപ്പോഴും നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തെറ്റ് സംഭവിച്ചാൽ അത് സമ്മതിക്കണം. ഉടനെ തന്നെ സമ്മതിക്കുകയും അതിന് വേണ്ട അത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് ചെയ്യുക. അതിനുശേഷം അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക. പക്ഷേ ക്രിമിനലായിട്ട് ഡോക്ടർമാരെയോ നഴ്സുമാരെയോ അല്ലെങ്കിൽ ആരെയും മുദ്ര കുത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇവരൊന്നും ഒരു ക്രിമിനൽ ആക്ട് അല്ല, ഇതിന് എററാണ്. എറർ ഉണ്ടാവാം. എന്ത് കാര്യത്തിലും ഇങ്ങനെ എറർ ഉണ്ടാവാം. ഒരിക്കലും എറർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റത്തിനെ ബെറ്റർ ആക്കണം വേണ്ടത്. ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന് ഞാൻ പഠിച്ച മെഡിക്കൽ കോളേജാണ്. RC ശ്രീകുമാർ അവിടെ പഠിച്ചതാണ്. ഒരുപാട് എന്താ പറയുക, ഒരുപാട് വർക്ക് ലോഡ്, അതായത് ഒരു 4 മെഡിക്കൽ കോളേജ് ചെയ്യേണ്ട വർക്ക് ലോഡ് ചെയ്യുന്ന ഒരു ആശുപത്രിയാണത്. അപ്പോൾ എന്തായാലും അവിടെ എറർ കുറച്ച് കൂടും. ഇതുകൂടെ തിരക്ക് കാരണമാണ് എറർ കൂടുന്നത്. ഒരു ഡോക്ടർ നേരത്തെ തന്നെ ഈ പീഡിയാട്രിക് സർജനിക്ക് വന്ന് 21 കേസ് ഒക്കെയാണ് ഒരു ദിവസം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനത്തെ ഇലക്റ്റീവ് കേസുകൾ ഒന്നുകിൽ കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ അത്രയധികം സ്റ്റാഫിനെയും തിയേറ്ററും ഉണ്ടാക്കേണ്ടി വരും. ഒരിക്കലും നമ്മൾ ഈ സമരം ചെയ്യേണ്ടത് ഡോക്ടർമാരെ അല്ലെങ്കിൽ നഴ്സുമാരെ അറസ്റ്റ് ചെയ്യുക, അവരെ തുറങ്കിലടിക്കുക എന്നുള്ളതിന് പകരം ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ കൂട്ടുക. 10 ഓപ്പറേഷൻ തിയേറ്റർ കൂടി വരട്ടെ. എല്ലാ ഓപ്പറേഷൻ തിയേറ്ററിലും ആവശ്യത്തിന് സ്റ്റാഫ് വരട്ടെ. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ 3 ഇരട്ടി സ്റ്റാഫ് ഉണ്ടെങ്കിൽ എന്തായാലും എറർ കുറയുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അല്ല, ഞാൻ പറഞ്ഞത് ഒരാളുടെ അല്ല, ഇത് സിസ്റ്റമാറ്റിക് എറർ അല്ലേ അത്. ഞാൻ പറഞ്ഞത് ഒരാൾ കരുതി കൂട്ടി ഉണ്ടാവുന്ന സംഭവമല്ലല്ലോ. തിരക്കുള്ളതുകൊണ്ടല്ലേ ഉണ്ടാവുന്നത്. തിരക്കില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. ഒരു ദിവസം 4 പേരെ മാത്രം ഓപ്പറേഷൻ ചെയ്യുള്ളൂ, ഇങ്ങനെ മാറ്റം വരുമോ? ഇല്ല. അപ്പോൾ ഇത്രയധികം തിരക്കിലാണ് ഇവർ പണിയെടുക്കുന്നത്. വളരെയധികം ഇതിലാണ്. എറർ ഉണ്ടാവും, എറർ സമ്മതിക്കണം, അതെല്ലാം സംഭവിക്കുമെങ്കിലും സിസ്റ്റത്തിൻ്റെ ഫോൾട്ടാണെന്ന് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ ഇനിയും എറർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, അല്ലെങ്കിൽ ഒരു നഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എറർ സിസ്റ്റത്തിൻ്റെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലാതെ വളരെ സിസ്റ്റത്തിൻ്റെ അല്ലാതെ എറർ ഉണ്ടായിരിക്കാം. വളരെ റെക്ലെസ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, നമ്മുടെ ഗൈഡ് ലൈൻസിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന പോലെ 1-2 ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ ഈ കേസുകളിലെല്ലാം തന്നെ എനിക്ക് തോന്നുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ എറർ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ തിരക്കുള്ള ഒരു ആശുപത്രികളിൽ വീണ്ടും ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണം. ഒന്നുകിൽ നമ്മൾ ഇനി ഇത്ര പേരെ നോക്കുള്ളൂ തീരുമാനിക്കുക, തിയേറ്ററിൽ ഇത്ര സർജറി ചെയ്യാൻ പറ്റുള്ളൂ, വെയിറ്റിംഗ് ലിസ്റ്റ് വല്ലാതെ കൂടും, ആൾക്കാർക്ക് ബുദ്ധിമുട്ടും. അല്ലെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് 3 ഇരട്ടി 4 ഇരട്ടി സ്റ്റാഫിനെയും തിയേറ്ററൊക്കെ സജ്ജമാക്കിക്കൊണ്ട് നമുക്ക് ഈ എറർ കുറയ്ക്കാൻ പറ്റുമോ നോക്കുക. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഓരോ ഡോക്ടറെ ക്രൂശിക്കുക അല്ലെങ്കിൽ നഴ്സിനെ ക്രൂശിക്കുക എന്നുള്ള രീതിയിൽ മാറിയിട്ട് എന്തുകൊണ്ട് ഇത് ഉണ്ടാവുന്നു പഠിച്ച് അത് ഉണ്ടാവാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. ശരി, ഡോക്ടർ RC ശ്രീകുമാർ, താങ്കൾ എങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? സിസ്റ്റത്തിന്റെ പിഴവ് ഡോക്ടർമാരുടെ പിഴവല്ല എന്ന രൂപത്തിലാണോ? സ്മൃതി, എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഒരു ചർച്ച ഇതിന് പകരമായിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ പ്രശ്നങ്ങളും ആധുനിക പ്രശ്നങ്ങളും അതിന് സൊല്യൂഷൻ എന്തൊക്കെയുണ്ടെന്നുള്ളത്. കാര്യം 6 മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നതിനേക്കാളും അത്രയും സ്റ്റാഫ് തന്നെ ഈ 12 മെഡിക്കൽ കോളേജ് ഇപ്പോൾ സർക്കാരിലുള്ളൂ. അപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജിലും 50% ഡോക്ടർമാരുടെ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്, നേഴ്സിംഗ് സ്റ്റാഫ്. അപ്പം ഹർഷയുടെ കേസിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും പ്രധാന ഇഷ്യൂ, ഒരു കേസ് ഓപ്പറേഷൻ നടക്കുമ്പോൾ ഒരു നേഴ്സ് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതിന് കൂടെ തന്നെ ഒരു നേഴ്സ് പുറത്തുണ്ടാകണം. അവരാണ് നേഴ്സിനെ കൗണ്ട് ചെയ്യുന്നത്. അത്രയും സിസ്റ്റം ഒരു മെഡിക്കൽ കോളേജ്, കാരണം മെഡിക്കൽ കോളേജ് നേഴ്സുമാരില്ല. കാരണം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അന്ന് സംഭവിച്ചിരിക്കുന്നത്, എനിക്കറിയില്ല. പക്ഷേ ഒരു മെഡിക്കൽ കോളേജുകളിലും അങ്ങനെ തിയേറ്ററിൽ കേസ് എല്ലാ പ്രൈവറ്റ് ആശുപത്രിയിലും അങ്ങനെ സംഭവമുണ്ട്. കേസ് നടക്കുമ്പോൾ പുറത്തൊരു നേഴ്സ് ഫുൾ ടൈം ഉണ്ട്, അവരാണ് ഈ എല്ലാം കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സിസ്റ്റം ഒരു മെഡിക്കൽ കോളേജ് സ്റ്റാഫില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ക്രിമിനലൈസേഷൻ അല്ല നമ്മുടെ ലക്ഷ്യം, കറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത്തരം ചർച്ചകൾ ദയവ് ചെയ്ത് നമ്മുടെ മാധ്യമങ്ങൾ ഉണ്ടാകണം. മെഡിക്കൽ കോളേജുകളുണ്ട് 50% ഡോക്ടർമാർ ഡെഫിഷ്യൻസി ഇപ്പോഴുണ്ട് എക്സിസ്റ്റിംഗ് വേക്കൻസികളിൽ. അതുപോലെ നേഴ്സിംഗ് സ്റ്റാഫിന് അതുപോലെ ഷോർട്ടേജ് ഉണ്ട്. സർക്കാർ കുറച്ചുകൂടി ഈ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും കുറച്ചുകൂടി ഉള്ള ഇപ്പം അനുവദിച്ച വേക്കൻസിയിലെങ്കിലും ഫില്ല് ചെയ്യാൻ ശ്രമം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ
ഞാനിപ്പോൾ വർക്കുന്ന ഇടുക്കി മെഡിക്കൽ കോളേജ് NMC ഇപ്പം ചോദിച്ചിരിക്കുകയാണ്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ NMC പറഞ്ഞതിൻ്റെ 25% സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. അവിടെ കാഷ്വാലിറ്റി ഉണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരം വളരെ ഗുരുതരമായ രീതിയിൽ സ്റ്റാഫ് ഷോർട്ടേജ് എല്ലാ മെഡിക്കൽ കോളേജും അഭിമുഖീകരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ കൂടുതൽ ഡോക്ടർമാരെയും കൂടുതൽ സൗകര്യം നൽകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹർഷീനമാരും ഈ കുഞ്ഞുമൊന്നും ഉണ്ടാകാതെ നോക്കാൻ നമുക്ക് സാധിക്കും. ഞങ്ങളൊരിക്കലും ഇത് ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല, ഒരിക്കലും ഉണ്ടാകരുത്, ഇങ്ങനൊരു കുഞ്ഞു ഉണ്ടാകരുത്, ഹർഷിന ഉണ്ടാകരുത് എന്ന് തന്നെയാണ് സംഘടനയുടെയും ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. കാരണം ഞങ്ങളും നിങ്ങളുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് അത്തരമൊരു ചർച്ച വീണ്ടും ഉണ്ടാകണം. മെഡിക്കൽ കോളേജുകൾ പുരോഗമിക്കണം, നമ്മളെല്ലാം ആവശ്യമാണ്. ശരി, നിങ്ങൾ പറഞ്ഞത് സർക്കാരിന്റെ മുന്നിലേക്ക് വെക്കുകയാണ്. നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.